ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ ഫ്രൈ ആണ്. ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റാണ്. നമുക്ക് മീൻ ഫ്രൈയും മാറി വയ്ക്കും ഇതിൻ്റെ മുമ്പിൽ. അത്രയും ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതേപോലെ വലിയൊരു വഴുതനങ്ങ എടുത്ത് വെക്കുക. ഇത്തിരി വലിപ്പമുള്ള വഴുതനങ്ങയാണ് നല്ലത്. അപ്പോൾ ഞാനൊരു വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. വട്ടത്തിൽ മുറിച്ച് ഇത്തിരി കനത്തോടു കൂടി തന്നെ മുറിച്ചെടുക്കുക. അധികം നൈസായി പോരുത്. ഇതേപോലെ ഇത്തിരി കനത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചാൽ ഒട്ടും തന്നെ കറയാകാതെ കിട്ടും. ഇനി നമുക്കതിനൊരു മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ അരിപ്പൊടിയോ മൈദയോ എന്തായാലും മതി. അരിപ്പൊടി ആണെങ്കിൽ വളരെ നൈസായ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കോൺഫ്ലവറോ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് ഒരു ക്രിസ്പി ആയിട്ട് നമ്മുടെ ഫ്രൈ കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുക. വെളിച്ചെണ്ണ നമ്മൾ ഇത്തിരിയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വഴുതനങ്ങയിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് അധികം ലൂസാകാതെ വേണം മസാല തയ്യാറാക്കാനായിട്ട്. ഈ മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ എടുത്ത് ഓരോന്നെടുത്ത് ഇതേപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചേക്കണം. അപ്പോഴാണ് ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പം മീൻ ഫ്രൈ പോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ മസാല ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നമ്മുടെ വഴുതനങ്ങ നല്ല ടേസ്റ്റി ആയിട്ട് വരും. അതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് പിന്നെ സിമ്മിലാക്കി വെക്കുക, വളരെ സിമ്മിലാക്കി വെക്കുക. എന്നാലേ ഇത് കരിയാതെ നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു വശം പാകമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നൊരു കറിയാണിത്. നല്ല അടിപൊളി കറിയാണ്. മീൻ ഫ്രൈ പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് സോഫ്റ്റാണ്. ഇത് വഴുതനങ്ങ നന്നായിട്ട് വേകണം. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റായി വരണം. ഇനി അതിലേക്ക് നമുക്ക് നല്ല ഒരു സ്വാദിന് വേണ്ടി മണത്തിന് വേണ്ടിയും കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കുക. അപ്പം നമ്മുടെ ഇതിന് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. ഇനി നമുക്കത് അതിൽ നിന്ന് മാറ്റാം. ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന വഴുതനങ്ങ അതിൽ നിന്ന് നമുക്ക് മാറ്റാം. ഞാനെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റണത് നമ്മുടെ ഈ വെളിച്ചെണ്ണ, ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് മാറ്റണം. ഈ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ വഴുതനങ്ങ തിരിച്ച് അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷായ തൈരാണ്. അധികം പുളിയില്ലാത്ത നല്ല ഫ്രഷായ തൈര് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അധികം പുളി ഉണ്ടാകാൻ പാടില്ല. പുളി ഉണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അധികം പുളിയില്ലാതെ നല്ല ഫ്രഷായ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഈ തൈരൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് വരും. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് തൈരൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഈ കറിക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫാണ്. അപ്പോൾ നമ്മുടെ തൈര് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്
തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കരുത്. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ വഴുതനങ്ങ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ സൈഡിലൊക്കെയുള്ള തൈരൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.